അവന്തിയടുത്ത് അനഘയെ ആരെയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പോവാ. അടിപൊളി. അവക്കിനി ഒരു ഭർത്താവിന്റെ കുറവും കൂടിയേ ഉള്ളൂ. ഏതവനാണാവോ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അവന്തിക അവളുടെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അനക്കെ അവര് കെട്ടിക്കോ നടത്തോ അതൊക്കെ അവരുടെ കാര്യമല്ലേ. അവൾ എത്രയും പെട്ടെന്ന് ആരെങ്കിലും കെട്ടിപ്പോകാൻ നീ പ്രാർത്ഥിക്കും. എന്നിട്ട് നിങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കും. ഇതങ്ങനെയല്ല എടുത്തി. അനഘയ്ക്ക് ഇഷ്ടമില്ലാത്ത ആരെയോ കൊണ്ടാ എടുത്ത് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവന്തിയടുത്തോട് അവളത് പറഞ്ഞ് കരയുന്നത് കേട്ടിട്ടാ ഞാനിപ്പോ വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അച്ചു ഈ പറഞ്ഞതില് എനിക്ക് ഒരു പാവവും തോന്നുന്നില്ല. ഏത് കൊള്ളരുതായ്മയ്ക്കും ചേച്ചിയുടെ കൂടെ നിൽക്കുന്നവളല്ലേ. ആ ചേച്ചി കാരണം തന്നെ അവക്ക് പണി കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ദേ, അപ്പോഴെങ്കിലും അനഘ മനസ്സിലാക്കട്ടെ, കൂടപ്പിറപ്പിന് ഒരു മടിയില്ലാതെ അവന്തിക ചതിക്കൂന്ന്. നീ അവര് പറയുന്നത് കേട്ട് ടെൻഷൻ ആവാൻ വരട്ടെ. ദേ, ഇനി നീ കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം ചേച്ചി അനിയത്തിയും പറഞ്ഞതാണോന്നും അറിയില്ല. കള്ളക്കൂട്ടങ്ങളാ രണ്ടും. എടുത്തിക്ക് അറിയാലോ എന്നെ. ഇങ്ങനെ എന്തേലും കേട്ടാ ഞാൻ പിന്നെ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുന്നത്? നമ്മുടെ ആതിരെ സ്നേഹം പോലെ ഒരു പെൺകുട്ടിയല്ലേ അനഘയും. അവരുടെ വാക്ക് കേട്ട് കൂടെ നിന്ന് പലതും പറഞ്ഞിട്ടും ചെയ്തിട്ടും ഉണ്ടെങ്കിലും ഇപ്പൊ അവള് കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോ ശരിക്കും വിഷമം തോന്നി. അവന്റെ അടുത്ത് ഈ വിവാഹം നടത്തിയ മരിച്ചു കളയുന്ന അവൾ അവസാനമായിട്ട് പറഞ്ഞിട്ട് പോയത്. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ നമ്മൾ സമാധാനത്തിയിരിക്കുന്നു? ആതിരെ ആജയന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ എല്ലാവരും തീരുമാനിച്ചപ്പോ ആതിരയുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. അതുപോലെ അനഘയ്ക്ക് ഇഷ്ടമല്ലാത്ത ആരെയെ വിവാഹം കഴിപ്പിക്കാനാ എടുത്തിയുടെ ശ്രമം. ആ ശ്രമത്തെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു. നീ ഇത് അനഘയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണോ അതോ അവന്തികയോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണോ? അനഘയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ. സന്ദീപിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവനെ ഒരുപാട് സ്നേഹിച്ചവളാ അനഘ. അവനെ അവക്ക് കിട്ടിയില്ല. നമ്മളാരും അതിന് സമ്മതിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ആ ദേഷ്യത്തിലാ അനഘ ഇപ്പോഴും. നീ എന്തായാലും ആ വിവാഹം മുടക്കാൻ തീരുമാനിച്ചെന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ അവളെ ഒന്ന് വാച്ച് ചെയ്യട്ടെ. ഇഷ്ടമില്ലാതെ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അവസ്ഥ നമുക്കറിയാലോ. ദേ, ഇതൊക്കെ ഉള്ളതാണോന്ന് അറിഞ്ഞിട്ട് മതി ഇതിന്റെ പുറകെ പോകുന്നത്. അതെ, അഥവാ ഇതുള്ളതാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. അവന്റെ അടുത്തിടെ ഒരു പ്ലാനിങ് നടക്കാൻ പോകുന്നില്ല. ഇഷ്ടമില്ലാത്ത ആരെയും അനഘ വിവാഹം കഴിക്കാനും പോകുന്നില്ല.